പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. മത്തായി സുവിശേഷം 14 അധ്യായം 25 വാക്യം. രാത്രിയിലെ 4 യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. ഹല്ലേലൂയ. രാത്രിയുടെ 4 യാമത്തിൽ ഈ വേദപുസ്തക ഭാഗം വായിക്കുമ്പോൾ നമുക്ക് ഈ സംഭവകഥ നന്നായിട്ടറിയാം. യേശു തൻ്റെ ശിഷ്യന്മാരെ തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പറഞ്ഞയക്കുന്നു. ഹല്ലേലൂയ. എന്നിട്ട് യേശു പ്രാർത്ഥിക്കാൻ കടന്നുപോയി. രാത്രിയിൽ അവർ കരവിട്ട് അവരുടെ പടക് പല നാഴിക ദൂരത്തായി അവർ തണ്ടു വലിച്ച് തളർന്ന് രാത്രിയിൽ ഹല്ലേലൂയ അവർക്കെതിരെ കാറ്റും തിരമാലകളും എതിരെ വന്നപ്പോൾ അവർ വലഞ്ഞുപോയി, അവർ പ്രയാസപ്പെട്ടു. ഇതാ ആ സമയത്ത് വേദപുസ്തകം എഴുതിയിരിക്കുന്നു, രാത്രിയുടെ 4 യാമത്തിൽ. ഹല്ലേലൂയ. രാത്രിയുടെ 4 യാമത്തിൽ ജീവിതത്തിൻ്റെ ഇരുട്ടുകേറിയ സമയത്ത്, അധ്വാനിച്ച് തളർന്ന സമയത്ത് നമ്മുടെ കർത്താവ് നമ്മെ കൈവിടുന്ന ദൈവമല്ല. അവൻ സമയഭേദം അന്യേ നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമത്രേ. ഇന്ന് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ആദ്യമേ നമ്മോട് പറയുന്ന ദൂതും അതുതന്നെയാണ്. ഒരുപക്ഷെ രാത്രിയുടെ ഹല്ലേലൂയ കൂരിരുട്ട് വ്യാപരിച്ചു കാണും. മനുഷ്യൻ്റെ അധ്വാനങ്ങൾക്ക് തിരശ്ശീല വീണ് കാണും. മനുഷ്യൻ്റെ ഹല്ലേലൂയ പ്രയത്നത്തിന് ഇനി മറ്റൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിൽ എത്തിക്കാണും. എന്നാലും വേദപുസ്തകം എഴുതുന്നു, രാത്രിയുടെ 4 യാമത്തിൽ. എന്നെ കേൾക്കുന്ന ബ്രദർ സിസ്റ്റർ, ഈ പകൽക്കാലം പരിശുദ്ധ ആത്മാവ് ഓർമ്മപ്പെടുത്തുന്നു, രാത്രിയുടെ 4 യാമത്തിൽ നിൻ്റെ അടുക്കൽ വരുന്ന ഒരു അപ്പൻ നമുക്കുണ്ട്. രാത്രിയുടെ 4 യാമത്തിലും നമ്മെ കൈവിടാത്ത ദൈവമുണ്ട്. ഒരുപക്ഷെ ലോകം കൈവിട്ട് കാണും, ലോകം പറഞ്ഞു കാണും, ഇനി ഒരു വഴിയില്ല, ഇനി എങ്ങനെ മുമ്പോട്ട് പോകേണ്ടതെന്ന് അറിയത്തില്ല. എന്നാൽ കർത്താവ് പറയുന്നു, രാത്രിയുടെ 4 യാമത്തിലും അവൻ പ്രവർത്തിക്കും. നിങ്ങൾക്കറിയാമല്ലോ, വേദപുസ്തകത്തിൽ ഒരു വചനം ഇങ്ങനെയുണ്ട്, ഹല്ലേലൂയ, ആർക്കും പ്രവർത്തിച്ചു കൂടാൻ കഴിയാത്ത രാത്രി വരുന്നു. പകലുള്ളപ്പോൾ നാം അവൻ്റെ പ്രവൃത്തി ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത രാത്രി എന്ന് വേദപുസ്തകം എഴുതുമ്പോൾ തന്നെ രാത്രിയുടെ ഹല്ലേലൂയ സമയത്ത് പോലും നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. ആർക്കും പ്രവർത്തിക്കാൻ പറ്റത്തില്ല രാത്രിയിൽ. മനുഷ്യൻ്റെ അധ്വാനങ്ങൾ തീരും, മനുഷ്യൻ്റെ ഹല്ലേലൂയ പ്രയത്നങ്ങൾ കഴിയും, അവൻ്റെ ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ രാത്രിയുടെ സമയത്ത് സ്തോത്രഗീതത്തെ തരുന്ന ഒരു അപ്പൻ നമുക്കുണ്ട്. രാത്രിയുടെ സമയത്ത് കാരാഗ്രഹത്തിൻ്റെ വാതിലുകളെ തുറക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. രാത്രിയിൽ പോയി വാതുക്കൽ മുട്ടിയാലും വേണ്ടുന്ന അപ്പം തരുന്ന ഒരു നല്ല പിതാവ് നമുക്കുണ്ട്. പ്രിയരെ, ഇന്ന് ഈ രാവിലെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, എത്ര കൂരിരുട്ട് വ്യാപരിച്ചാലും, എത്ര അന്ധകാരം വ്യാപരിച്ചാലും, എവിടൊക്കെ പരാജയപ്പെട്ടാലും ഹല്ലേലൂയ അന്ധകാരത്തിൻ്റെ നടുവിൽ എൻ്റെ ദീപത്തെ കത്തിക്കുന്ന എൻ്റെ അപ്പൻ ഇന്ന് പകൽക്കാലവും വിശ്വസ്തനത്രേ. എന്നെ കേൾക്കുന്ന സഹോദര, നീ ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടിരിക്കുന്ന അവസരത്തിൽ കർത്താവ് പറയുന്നു, അവൻ നിൻ്റെ ദീപത്തെ കത്തിക്കും. നിൻ്റെ ജീവിതം അന്ധകാരമായി പോകാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല. നീ ഇരുട്ടത്തിരുന്നാലും അതിൻ്റെ നടുവിൽ പ്രകാശമായി എൻ്റെ അപ്പൻ ഇറങ്ങി വരും. രാത്രിയുടെ 4 യാമത്തിൽ കർത്താവ് ഇറങ്ങി വരും. 2 ഹല്ലേലൂയ ഈ വേദഭാഗം രണ്ടാമതായി ഓർമ്മപ്പെടുത്തുന്നത്, ഹല്ലേലൂയ നീ പടക് കയറി അക്കരയ്ക്ക് പോകുമ്പോഴും നിന്നെ കാണുന്ന ഒരു കണ്ണുണ്ട്. നിൻ്റെ പ്രയാസം ആരോടും പറയാൻ കാണത്തില്ല. രാത്രിയുടെ സമയമാണ്. കൂടെ ഇരിക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരിഭവം പറഞ്ഞ് വീട്ടിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരിക്കുക അല്ലാതെ വേറെ ഒരു മാർഗവും നിനക്ക് കാണത്തില്ലായിരിക്കും. പക്ഷേ ബൈബിൾ പറയുന്നു, ഹല്ലേലൂയ കർത്താവിൻ്റെ കണ്ണ് എല്ലായ്പ്പോഴും തൻ്റെ ഭക്തന്മാരുടെ മേലുണ്ട്. പ്രഭാതം മുതൽ പ്രദോഷം വരെയും നിന്നെ നോക്കുന്ന ദൈവം 24 മണിക്കൂറും അവൻ്റെ കണ്ണ് നിൻ്റെ മേലുണ്ട്. ഹല്ലേലൂയ യഹോവയുടെ കണ്ണ് എല്ലായിടത്തുമുണ്ട്, എല്ലായിടത്തുമുണ്ട്. നീ പോകുന്ന സാഹചര്യമുണ്ടല്ലോ, നിന്നെക്കാട്ടിലും ഉപരി കർത്താവിന് നന്നായിട്ടറിയാം. അവൻ മലയിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് നിനക്ക് വേണ്ടിയാ, അവൻ പക്ഷപാതം കഴിക്കുന്നത് നിനക്ക് വേണ്ടിയാ. നിന്നെ പറഞ്ഞു വിട്ടിട്ട് മിണ്ടാതെ ഇരിക്കുന്ന ഒരു ദൈവമല്ല, നിൻ്റെ യാത്രയിൽ സൂക്ഷിക്കുന്ന, നിന്നെ പരിപാലിക്കുന്ന ഒരു കർത്താവ് നിനക്കുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഒരു കുഞ്ഞിനെ പിതാവോ മാതാവോ ഹല്ലേലൂയ വിട്ടിട്ട് അവരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, നടക്കുന്നത്, അത് ഓടുന്നത് നോക്കിക്കൊണ്ടിരിക്കുന്നത് പോലെ, ഹല്ലേലൂയ വീഴുന്നതിന് മുമ്പ് ഓടിപ്പോയി പിടിക്കുന്നത് പോലെ, നീ വീഴുന്നതിന് മുമ്പ്, നീ തളരുന്നതിന് മുമ്പ്, നീ തകരുന്നതിന് മുമ്പ്, നീ പ്രയാസത്തിലാകുന്നതിന് മുമ്പ്, നീ നിന്ന പാത്രം ആകുന്നതിന് മുമ്പ് ഓടി വന്ന് പിടിക്കുന്ന ഒരു അപ്പൻ നിനക്കുണ്ട്. അവൻ്റെ കണ്ണ് എല്ലായ്പ്പോഴും നിന്നെ നോക്കിക്കൊണ്ടിരിക്കുക. രാത്രിയുടെ 4 യാമം ആയിക്കോട്ടെ,
ഹല്ലേലൂയ പടക് തിരമാലകളാൽ ഹല്ലേലൂയ വലഞ്ഞോട്ട് കർത്താവിൻ്റെ കണ്ണ് നിന്നെ നോക്കിട്ടുണ്ട്. ഹല്ലേലൂയ അവൻ നിന്നെ നോക്കുന്ന, നിന്നെ കാണുന്ന ദൈവമാണ്. ഇതാ മൂന്നാമതായി പറയുന്നു, അവൻ കടലിന്മേൽ നടന്നു. അവൻ കടലിന്മേൽ ഏത് പ്രശ്നമാണോ നിന്നെ അലട്ടുന്നത് അതിൻ്റെ മേൽ കാല് വെച്ച് നടക്കുവാൻ, അതിൻ്റെ മേൽ അധികാരമുള്ള ഒരു കർത്താവാ നമ്മുടെ ദൈവം. ഏത് തിരമാലകൾ നിനക്കെതിരെ അടിച്ചാലും അതിനെ തൻ്റെ കാൽ കീഴിലാക്കാൻ പവറുള്ള, ശക്തിയുള്ള ഒരു അപ്പൻ നമുക്കുണ്ട്. അവൻ്റെ വാക്കിന് ശക്തിയുണ്ട്, അവൻ്റെ വചനത്തിന് ശക്തിയുണ്ട്, അവൻ്റെ ആത്മാവിൻ്റെ ശക്തിയുണ്ട്, അവൻ്റെ രക്തത്തിൻ്റെ ശക്തിയുണ്ട്. ഇന്ന് പകൽക്കാലവും സകലത്തെയും തൻ്റെ കാൽ കീഴിലാക്കാൻ കഴിവുള്ള, തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് കീഴ്പ്പെടുത്തുവാൻ കഴിവുള്ള ഒരപ്പ നമുക്കുണ്ട്. ഹല്ലേലൂയ അവൻ അടുക്ക വരും. ഈ രാവിലെ സമയം വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലേ, 4-ാം യാമമായിക്കോട്ടെ, തണ്ടു വലിച്ച് തളർന്നോട്ട്, ഹല്ലേലൂയ കാറ്റും കോളും തിരമാലകളും എതിരായിക്കോട്ടെ, അതിനെ കീഴ്പ്പെടുത്തി നിൻ്റെ അടുക്കൽ വരുന്ന, നിൻ്റെ പ്രശ്നത്തിൽ ഇടപെടുന്ന, നിൻ്റെ ആവശ്യങ്ങളിൽ ഇടപെടുന്ന ഒരു നല്ല കർത്താവ് ഇന്ന് പകൽക്കാലമുണ്ട്. അവൻ നിന്നെ ജയോത്സവമായി അക്കരെ എത്തിക്കും. അവൻ നിന്നെ ജയോത്സവമാക്കി നടത്തും. ഈ ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ, നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.